ഹരിനാമകീർത്തനത്തിലേക്ക് സ്വാഗതം. അയ്യഞ്ചും അഞ്ചുമുടൻ അയ്യാറും എട്ടുമുടൻ ഔവണ്ണം എട്ടുമുടൻ എൺമൂന്നും ഏഴുമഥ ചുവോടൊരഞ്ചും അഭി രണ്ടും തത്വമതിൽ മേവുന്ന നാഥ ഹരിനാരായണായ നമ. നാരായണൻ 96 തത്വങ്ങളിൽ നിറഞ്ഞിരിക്കുന്നവനാണ്. ആ തത്വങ്ങൾ ഏതൊക്കെയെന്നാണ് ഇവിടെ വിവരിക്കുന്നത്. അയ്യഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് പഞ്ചഭൂതങ്ങൾ 5, പഞ്ചേന്ദ്രിയങ്ങൾ 5, ജ്ഞാനേന്ദ്രിയ വിഷയങ്ങൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5, കർമ്മേന്ദ്രിയ വിഷയങ്ങൾ 5 എന്നിവയാണ്. പിന്നീടുള്ള 5 പഞ്ചപ്രാണനാണ്. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ എന്നിവയാണവ. അടുത്തത് അയ്യാറാണ്. കൂർമൻ, നാഗൻ, ദേവദത്തൻ, ധനഞ്ജയൻ, കൃകലൻ എന്നീ 5 ഉപപ്രാണന്മാരും മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നിങ്ങനെയുള്ള ഷഡാധാരങ്ങളുമാണ്. അടുത്തത് 8 രാഗങ്ങളാണ്. രാഗം ദ്വേഷം, കാമം, ക്രോധം, മാത്സര്യം, മോഹം, ലോഭം, മതം എന്നിവയാണ് അവ. വീണ്ടും 8 അവ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നീ അന്ധകരണങ്ങളും അവയുടെ 4 പ്രവർത്തനങ്ങളും ചേർന്ന 8 കരണങ്ങളാണ്. ഇനി വരുന്നത് 3 ആണ്. ഇട, പിംഗള, സുഷ്മന എന്നീ നാഡികൾ, അർക്കമണ്ഡലം, ചന്ദ്രമണ്ഡലം, അഗ്നിമണ്ഡലം എന്നീ മണ്ഡലങ്ങൾ, അർദ്ധേഷ്ണ, ദാരേഷ്ണ, പുത്രേഷ്ണ എന്നീ ഏഷണകൾ, വാദം, പിത്തം, ശ്ലേഷ്മം എന്നീ ദോഷങ്ങൾ, സത്വരജ തമസ്സുകൾ എന്നീ ഗുണങ്ങൾ, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ അവസ്ഥകൾ, സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ ദേഹങ്ങൾ, വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ എന്നീ ദേഹനാഥന്മാർ എന്നിവയാണ് ഇവ. പിന്നീടുള്ള 7 ത്വക്ക്, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, രേതസ് എന്നീ ധാതുക്കളാണ്. ഇനിയൊരു 5 അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയകോശം എന്നീ 5 കോശങ്ങളാണ് അവ. അടുത്തതായി പറയുന്ന 2ഉം 1ഉം ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം എന്നീ താപത്രയങ്ങളാണ്. ജീവാത്മാവിനാണ് ഈ തത്വങ്ങളുടെ എല്ലാം അനുഭവം ഉണ്ടാകുന്നത്. ഇവയുമായി താതാത്മ്യപ്പെട്ടിരിക്കുന്ന ബോധമാണ് ജീവൻ. ഇവയിൽ നിന്ന് വിടുതി നേടുമ്പോൾ എല്ലാം ആ പരമമായ സത്യം മാത്രമാണ് എന്ന് തിരിച്ചറിയുന്നു. തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിരിക്കുന്ന പൊരുൾ ഈ അഖണ്ഡ സത്യമാണ്. ഈ ഒരു കാരണവസ്തുവിനെയാണ് അജ്ഞത നിമിത്തം നാം 96 തത്വങ്ങളിലായി കാണുന്നത്.